ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ കുല്ലി വസഹാബത്തി അജ്മഈൻ. അമ്മാ ബഅദ്. പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, വിദ്യാർത്ഥികളെ, 3ാം ക്ലാസ്സിലെ ലിസാനുൽ ഖുർആൻ 5ാമത്തെ പാഠമാണെന്ന് ക്ലാസ് എടുക്കുന്നത്. എല്ലാവരും നന്നായി ശ്രദ്ധിക്കണേ. പാഠത്തിൻ്റെ പേര് നസൂറു അൽ ജദ്ദ. നമുക്ക് വല്ലിപ്പയെ സന്ദർശിക്കാം. ആദ്യം ഈ പാഠം വായിച്ച് അർത്ഥം പറയാം, ശേഷം വിശദീകരിക്കാം ഇൻഷാ അല്ലാഹ്. അപ്പോൾ കാന നബീലുൻ യൻദുറു ഇല തഖ്വീമി ഫജാഅ അബൂഹു. കാന നബീലുൻ, നബീലായിരുന്നു, യൻദുറു ഇല തഖ്വീമി, കലണ്ടറിലേക്ക് നോക്കുകയായിരുന്നു. ഫജാഅ അബൂഹു, അപ്പോൾ അവൻ്റെ ഉപ്പ വന്നു. വഖാല, ഉപ്പ പറഞ്ഞു, അസ്സലാമു അലൈക്കും. മാതാ തൻദുറു യാ ബുനയ്യ. മാതാ തൻദുറു, എന്താണ് നീ നോക്കുന്നത്? യാ ബുനയ്യ, മോനെ, എന്താണ് നീ നോക്കുന്നത്? നബീലുൻ, നബീൽ പറഞ്ഞു, വ അലൈക്കുമുസ്സലാം വറഹ്മത്തുള്ളാഹ്. അൻദുറു യൗമൽ ഈദ്, ഞാൻ പെരുന്നാൾ എന്നാണെന്നാണ് നോക്കുന്നത്. അൽ ഈദു ഫി യൗമിൽ അഹദിൽ ഖാദിം, വരുന്ന ഞായറാഴ്ച ദിവസമാണ് പെരുന്നാൾ. യൗമ് ചുവപ്പ് നിറത്തിൽ കൊടുത്ത വാക്കുകളൊക്കെ എല്ലാവരും നന്നായി ശ്രദ്ധിക്കുക. യൗമ് എന്ന് പറഞ്ഞാൽ ദിവസം. ഇപ്പോൾ യൗമുൽ അഹദ് ഞായറാഴ്ച ദിവസം. അൽ അബു, ഉപ്പ പറഞ്ഞു, നഅം, അതെ, യൗമുൽ ഈദി പെരുന്നാൾ ദിവസം, യൗമുൽ അഹദ് ഞായറാഴ്ചയാണ്. നദ്ഹബു, നമുക്ക് പോകാം ലി സിയാറത്തി ജദ്ദിക, നിന്റെ വല്ലിപ്പാനെ സന്ദർശിക്കാൻ. വക്ക, നിന്റെ നല്ല. ഫി യൗമിൽ ഇസ്നൈനി, തിങ്കളാഴ്ച ദിവസം. യൗമുൽ ഇസ്നൈൻ എന്ന് പറഞ്ഞാൽ തിങ്കളാഴ്ച ദിവസം നിന്റെ വല്ലിപ്പാനെ സന്ദർശിക്കാൻ വേണ്ടി നമുക്ക് പോകാം ഇൻഷാ അല്ലാഹ്. യാ നബീലു, നബീലെ, ഐന ഉഖ്തുക, നിന്റെ സഹോദരി എവിടെ? റഹീമ, നിന്റെ സഹോദരി റഹീമ എവിടെ? റഹീമ പറഞ്ഞു, അന ഹാദിറത്തുൻ യാ ബാബ, ഉപ്പ, ഞാൻ ഇവിടെ ഉണ്ട്. അൽ അബു, ഉപ്പ പറഞ്ഞു, ഐന ഉമ്മുക്കി, നിന്റെ ഉമ്മ എവിടെ? അപ്പോൾ ഉമ്മുക്കി, നിന്റെ ഉമ്മ എവിടെ? അപ്പോൾ കീനാണ് കൊടുത്തത്. അതെന്തുകൊണ്ട്? റഹീമാനോടാണ് സംസാരിക്കുന്നത്. അപ്പോൾ റഹീമ പെൺകുട്ടി ആയതുകൊണ്ട് കീ എന്നാണ് ഉപയോഗിച്ചത്. അപ്പോൾ ഐന ഉമ്മുക്കി, നിന്റെ ഉമ്മ എവിടെ? യാ റഹീമ, റഹീമ. അൽ ഉമ്മു, ഉമ്മ പറഞ്ഞു, അന ഐദൻ ഹാദിറത്തു, ഞാൻ ഇവിടെ ഉണ്ട് എന്നാണ്. അപ്പോൾ അന, അപ്പോൾ ആണ്, ഉമ്മ പറഞ്ഞപ്പോഴും അന എന്ന് പറഞ്ഞത്, റഹീമ പറഞ്ഞപ്പോഴും അന എന്ന് പറഞ്ഞത്. അതുപോലെ ആണും പെണ്ണൊക്കെ പറയുമ്പോഴേക്കും ഞാൻ എന്ന് പറയുമ്പോൾ അറബിയിൽ അന എന്ന് തന്നെയാണ് ഉപയോഗിക്കുക, വ്യത്യാസമൊന്നുമില്ല. അൽ അബു, ഉപ്പ പറഞ്ഞു, യാ ഔലാദി, എൻ്റെ മക്കളെ, നെഹ്നു, നമുക്ക്, നദ്ഹബു ജമിയ, നമുക്കെല്ലാവർക്കും പോകാം, ലി സിയാറത്ത് ജദ്ദിക്കും, നിങ്ങളുടെ വല്ലിപ്പാനെ സന്ദർശിക്കാൻ വേണ്ടിയിട്ട്, യൗമൽ ഈദി പെരുന്നാൾ ദിവസം. ഹൽ അൻതും മുസ്തഇദ്ദൂന, നിങ്ങൾക്കും തയ്യാറാണോ? അപ്പോൾ റഹിയാൻ പറഞ്ഞു, തബ്അൻ, തീർച്ചയായും. നസ്കുനു മഅ ജദ്ദിന യൗമുൽ സുലസാ വ യൗമുൽ അർബിആ വ യൗമുൽ ഖമീസ്. നസ്കുനു, നമുക്ക് താമസിക്കാം, മഅ ജദ്ദിന, നമ്മുടെ വല്ലിപ്പാൻ്റെ കൂടെ, യൗമുൽ സുലസാഇ ചൊവ്വാഴ്ച ദിവസവും, വ യൗമുൽ അർബിആഇ ബുധനാഴ്ച ദിവസവും, വ യൗമുൽ ഖമീസ് വ്യാഴാഴ്ച ദിവസവും നമുക്ക് വല്ലിപ്പാൻ്റെ കൂടെ താമസിക്കാം. അൽ അബു, ഉപ്പ പറഞ്ഞു, നർജിഉ ഫി യൗമുൽ ജുമുഅ, നമുക്ക് വെള്ളിയാഴ്ച ദിവസം മടങ്ങാം, തിരിച്ച് വരാം. മതാ തുഫ്തഹു മദ്രസത്തുക്കും ബഅദൽ ഈദി, പെരുന്നാളിന് ശേഷം നിങ്ങൾ മദ്രസ എപ്പോഴാണ് തുറക്കുന്നത്? നബീൽ പറഞ്ഞു, ഫി യൗമി സബത്ത്, ഇൻഷാ അല്ലാഹ് ശനിയാഴ്ച ദിവസമാണ് മദ്രസ തുറക്കുന്നത്. അപ്പോൾ ഇതിലൊരുപാട് പുതിയ വാക്കുകൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. പ്രധാനമായിട്ടും ആഴ്ചയിലെ ഓരോ ദിവസങ്ങളുടെ പേരാണ് നിങ്ങൾ പഠിച്ചിട്ടുള്ളത്. ബാക്കിയൊക്കെ നിങ്ങൾ കഴിഞ്ഞ പാഠത്തിലൊക്കെ പഠിച്ച വാക്കുകളാണ്. അന, അതുപോലെ നെഹ്നു, അൻതും, ഇതൊക്കെയും കഴിഞ്ഞ പാഠത്തിലൊക്കെ പഠിച്ചതാണ്. അപ്പോൾ ഈ താഴെ കൊടുത്ത നമുക്ക് വായിക്കാം. യഖ്റഉ അയ്യാമൽ ഉസ്ബൂഇ, നമുക്ക് ആഴ്ചയുടെ ദിവസങ്ങൾ വായിക്കാം. ഒന്ന്, യൗമുൽ അഹദ്, ഞായറാഴ്ച ദിവസത്തിനൊക്കെ യൗമുൽ അഹദ് എന്ന് പറയാം. യൗമുൽ ഇസ്നൈൻ എന്ന തിങ്കളാഴ്ച ദിവസം. യൗമുൽ സുലസാ എന്ന, യൗമുൽ അർബിആ ബുധനാഴ്ച, യൗമുൽ ഖമീസ് വ്യാഴാഴ്ച, യൗമുൽ ജുമുഅ വെള്ളിയാഴ്ച, യൗമുൽ സബത്ത് ശനിയാഴ്ച. ഇതെല്ലാവരും നന്നായി പഠിക്കണം. താഴെ നുലാഹിദു അൽ മുത്തസില, മുത്തസിലായ ലമീറുകളെ ശ്രദ്ധിക്കാനാണ്. കഴിഞ്ഞ പാഠത്തിൽ മുൻഫസിലായ ലമീറുകളെ കുറിച്ച് പഠിച്ചിട്ടുണ്ട്. ഹുവ ഹുമാഹും, ഹിയ ഹുമാഹുന്ന, അന്ത അന്തുമ അന്തും, അന്ത്യ അന്തുമ അന്തുന, അനാ നഹ്നു. ഇതൊക്കെയും മുൻഫസിലായ ലമീർ, അതായത് ഈ ലമീറുകളെ നമ്മൾ വേറെ തന്നെ പറയും. മറ്റ് ഈ താഴെ കാണുന്ന ഈ പാഠത്തിൽ മുത്തസിലായ ലമീറുകളെ കുറിച്ചാണ് പഠിക്കുന്നത്. ഇപ്പോൾ ജദ്ദുക്ക, നിൻ്റെ വല്ലിപ്പ എന്നാണ്. ജദ്ദുക്കി, അതിൻ്റെ അർത്ഥം നിൻ്റെ വല്ലിപ്പ. അപ്പോൾ ഈ ക എന്നുള്ളത് ആണിനോടാണ് പറയുന്നതെങ്കിൽ ക എന്നാണ് പറയുക, ഒരു പെണ്ണിനോടാണ് പറയുന്നതെങ്കിൽ കീ എന്നാണ്. അപ്പോൾ ജദ്ദുക്കി, നിൻ്റെ വല്ലിപ്പ. ഈ ജദ്ദുക്കും, നിങ്ങളുടെ വല്ലിപ്പ, അത് എല്ലാവരോടും കൂടി പറയുമ്പോൾ ജദ്ദുക്കും എന്ന് പറയും.
ഈ കിതാബുക്ക നിൻ്റെ പുസ്തകം, കിതാബ്. ആണിനോട് പറയുമ്പോൾ ക എന്ന് പറയുന്നത്, പെൺകുട്ടിയോടാണ് നിൻ്റെ പുസ്തകം എന്ന് പറയുമ്പോൾ കിതാബുക്കി എന്നാണ് പറയുക. പിന്നെ കിതാബുക്കും നിങ്ങളുടെ പുസ്തകം നോക്കി. അസ്സലാമു അലൈക്ക, ആണിനോടാണ് സലാം പറയുന്നതെങ്കിൽ അസ്സലാമു അലൈക്ക, പെണ്ണിനോടാണ് സലാം പറയുന്നതെങ്കിൽ അസ്സലാമു അലൈക്കി എന്നാണ് പറയുന്നത്. എല്ലാവരോടും കൂടിയാണെങ്കിൽ അസ്സലാമു അലൈക്കും എന്നും പറയുന്നത്. അതുപോലെ ആണിനോട് പേര് ചോദിക്കുമ്പോൾ മസ്മുക്ക എന്ന് പറയും, പെണ്ണിനോടാണെങ്കിൽ മസ്മുക്കി എന്നാണ് പറയുക. ഈ വ്യത്യാസം എല്ലാവരും നന്നായി ശ്രദ്ധിക്കുക. ഇനി അടുത്ത പേജ് എല്ലാവരും മാർക്ക് ചെയ്യുക. ഇനി നുലാഹിദു അൽ-ലമാഇർ അൽ-മുൻഫസില, മുൻഫസിലായ ലമീറുകളെ ശ്രദ്ധിക്കുക. കഴിഞ്ഞ പേജിൽ മുത്തസില ചേർന്ന് വന്ന ലമീറുകളാണ്. ഇനി മുൻഫസില തനിച്ച് വന്ന ലമീറുകളാണ്. ഏതൊക്കെ? അന്ത, ഞാൻ പഠിച്ചിട്ടുണ്ട്. അന്തൻ്റെ അർത്ഥം എന്താ? നീ. അപ്പോൾ അന്ത ദാരിസുൻ, നീ വിദ്യാർത്ഥിയാണ്. അപ്പോൾ ദാരിസ് എന്ന ആൺകുട്ടി ആയതുകൊണ്ട് വിദ്യാർത്ഥി ആയതുകൊണ്ട് അന്ത എന്ന് ഉപയോഗിക്കുക. ഇനി അന്തി ദാരിസത്തുൻ, നീ വിദ്യാർത്ഥിനിയാണ്. അപ്പോൾ ദാരിസത്തുൻ എന്നുള്ള പെൺകുട്ടി ആയതുകൊണ്ട് അന്തി എന്നാണ് ഉപയോഗിച്ചത്. ഇതെല്ലാവരും ഈ വ്യത്യാസം മനസ്സിലാക്കുക. അന്തും ദാരിസൂൻ, നിങ്ങൾ ദാരിസുൻ വിദ്യാർത്ഥികൾ, പഠിക്കുന്നവരാണ്. ദാരിസുൻ പഠിക്കുന്നവരാണ്. ഇനി അന ത്വാലിബുൻ, ഞാൻ വിദ്യാർത്ഥിയാണ്. അപ്പോൾ ഞാൻ, ത്വാലിബുൻ വിദ്യാർത്ഥി, അപ്പോൾ ആൺകുട്ടിയാണ്. അപ്പോൾ അന ഉപയോഗിച്ചു. അന ത്വാലിബത്തുൻ, ഞാൻ വിദ്യാർത്ഥിനിയാണ്. അപ്പോൾ വിദ്യാർത്ഥിയാകുമ്പോൾ വിദ്യാർത്ഥിനി ആണ് എന്ന് പറയുമ്പോഴേക്കും ആണാണെങ്കിലും പെണ്ണാണെങ്കിലും അന എന്ന് തന്നെയാണ് ഉപയോഗിക്കുക. നെഹ്ന തുല്ലാബുൻ, ഞങ്ങൾ വിദ്യാർത്ഥികളാണ്. ഇനി യാ, നുലാഹിദു യാ ശ്രദ്ധിക്കുക. യാ വെച്ചുകൊണ്ട് നമുക്ക് കുറേ വാക്കുകൾ പരിചയപ്പെടാം. യാ എന്തിനാ ഉപയോഗിക്കുക? യാ എന്ന് തുടക്കത്തിൽ പറയുമ്പോൾ വിളിക്കാനാണ്. മോനെ, മോളെ, ഉപ്പ, ഉമ്മ എന്നൊക്കെ വിളിക്കുമല്ലോ മലയാളത്തിൽ. അപ്പോൾ അറബിയിൽ എങ്ങനെ വിളിക്കുക? യാ ഉപയോഗിച്ചുകൊണ്ടാണ്. അപ്പോൾ യാ നബീലെ, യാ റഹീമ, യാ അള്ളാഹുവേ, യാ അബി, എൻ്റെ ഉപ്പ, യാ ഉമ്മി, എൻ്റെ ഉമ്മ, യാ റബ്ബി, എൻ്റെ റബ്ബേ, യാ ഔലാദി, എൻ്റെ കുട്ടികളെ. ഇനി ഇതെല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇനി താഴെ ഒരു പാട്ടുണ്ട്. ആഴ്ചകൾ നമ്മൾ പഠിച്ചു. ആഴ്ചകൾ ഓരോ പേരുകളും പഠിച്ചു. ആ പേരുകൾ ഉപയോഗിച്ചുകൊണ്ട് 4 വരി പാട്ടാണ്. ഇതെല്ലാവരും പഠിക്കുക. എന്താ? അനൽ ഉസ്ബു വലി അയ്യാമി ഹയ്യൻ നദ്കുറു അഹ്ബാബി യൗമുൽ അഹദി യൗമുൽ ഇസ്നൈൻ യൗമുൽ സുലസാ അയ്യാമി യൗമുൽ അർബിഅ യൗമുൽ ഖമീസ് യൗമുൽ ജുമുഅ അയ്യാമി യൗമുൽ സബ്തി ആഖിറു യൗമി ഹാദിഹി സബ്അത്തു അയ്യാമി. അനൽ ഉസ്ബു, ഞാൻ ആഴ്ചയാണ്. വലി, എനിക്ക് അയ്യാമി, കുറേ ദിവസങ്ങളുണ്ട്. ഹയ്യൻ നദ്കുറു അഹ്ബാബി, എൻ്റെ സുഹൃത്ത് പ്രിയപ്പെട്ടവരെ നമുക്കത് പറഞ്ഞുതരാം. യൗമുൽ അഹദ് ഞായറാഴ്ച ദിവസം, യൗമുൽ ഇസ്നൈൻ തിങ്കളാഴ്ച ദിവസം, യൗമുൽ സുലസായി ചൊവ്വാഴ്ച ദിവസം, അയ്യാമി എൻ്റെ ദിവസങ്ങളാണ്. യൗമുൽ അർബിഅ ബുധനാഴ്ച ദിവസം, യൗമുൽ ഖമീസ് വ്യാഴാഴ്ച ദിവസം, യൗമുൽ ജുമുഅത്ത് വെള്ളിയാഴ്ച ദിവസം, അയ്യാമി എൻ്റെ ദിവസങ്ങളാണ്. യൗമുൽ സബ്തി ശനിയാഴ്ച ദിവസം, ആഖിറു യൗമി എൻ്റെ ദിവസങ്ങളിൽ ഏറ്റവും അവസാനത്തെ ദിവസമാണ് ശനിയാഴ്ച ദിവസം. ഹാദിഹി സബ്അത്തു, ഈ 7 ആണ് എൻ്റെ ദിവസങ്ങൾ എന്ന് ആഴ്ച പറയാൻ. ഇനി നസ്രു ബിൽ മുനാസിബ്, യോജിച്ചത് എടുത്ത് എഴുതാനാണ്. ചേരുമ്പോൾ ചേർക്കാണ്. അപ്പോൾ ഒന്നാമത്തെ കുളത്തിൽ ഐന കിതാബുക്കി എന്ന കുളത്തിൽ ഐന കിതാബുക്കി, കീ എന്നാണ് ഇവിടെ. അപ്പോൾ ശ്രദ്ധിക്കണം. അപ്പോൾ കീ എന്നുള്ള ഒരു പെണ്ണിനോടാണ് ചോദിക്കുന്നത്, നിൻ്റെ പുസ്തകം എവിടെ? അപ്പോൾ ഇവിടെ ഇതിൻ്റെ ഉത്തരം എന്തായിരിക്കും? യാ ഫാത്തിമത്തു, അതാണ് പെൺകുട്ടികളല്ലേ. ഓ ഫാത്തിമ, നിൻ്റെ പുസ്തകം എവിടെയാണെന്ന്. രണ്ടാമത്തേത് മൻ ഉസ്താദുക്ക, നിൻ്റെ ഉസ്താദ് ആരാണ്? ഉസ്താദുക്ക എന്നാ, അത് ആൺകുട്ടിയോട് അപ്പോൾ ചോദിക്കുക അല്ലേ. ഈ ചോദിക്കുമ്പോൾ നിൻ്റെ ഉസ്താദ് ആരാണ്? യാ റയ്യാനു, റയ്യാനേ, നിൻ്റെ ഉസ്താദ് ആരാണ്? യാ ഔലാദ്, കുട്ടികളെ, യാ വിളിക്കാനാണല്ലോ. അപ്പോൾ കുട്ടികളെ. പിന്നെ ഇതെന്തായിരിക്കും ചോദിച്ചിട്ടുണ്ടാവുക? ഐന മദ്രസത്തുക്കും, നിങ്ങളുടെ മദ്രസ എവിടെയാണ്? യാ ഔലാദ്, കുട്ടികളെ, ഐന മദ്രസത്തുക്കും, നിങ്ങളുടെ മദ്രസ എവിടെയാണ്? യാ യബ്നു, മോനെ, മസ്മുക്ക, നിൻ്റെ പേരെന്താണ്? യാ യബ്നു, മകനെ, മസ്മുക്ക, നിൻ്റെ പേരെന്താണ്? യാ ബിന്തു, മോളെ. അപ്പോൾ മസ്മുക്കി എന്നാ വേണ്ടല്ലേ, നിൻ്റെ പേരെന്താണ്? കീ എന്നുള്ളത് പെൺകുട്ടിക്കാണ് ഉപയോഗിക്കാൻ പഠിച്ചു. ഇനി അടുത്ത പേജ് എല്ലാവരും ശ്രദ്ധിക്കുക. അതിൽ ഒരു പട്ടിക കൊടുത്തിട്ടുണ്ട്. അതിൽ ഉദാഹരണം കായും കീക്കും ഈ 3 ഉപയോഗിച്ചുകൊണ്ട് താഴെ കൊടുത്തതുപോലെ എഴുതാൻ. ഉദാഹരണത്തിന് ഉമ്മുൻ എന്ന് കൊടുത്തിട്ടില്ലേ, ഉമ്മുൻ പ്ലസ് ക അല്ലേ, രണ്ടും കൂടി കൂട്ടുമ്പോൾ ഉമ്മുക്ക, നിൻ്റെ ഉമ്മ എന്ന്. ഇത് ആൺകുട്ടിയോടാകുമ്പോഴാണ് ഉമ്മുക്ക എന്ന് പറയുക, നിൻ്റെ ഉമ്മ. ഈ ഉമ്മുൻ പ്ലസ് കി അല്ലേ, ഉമ്മുക്കി എന്നാണ്. അപ്പോൾ നിൻ്റെ ഉമ്മ. ഈ ഉമ്മുൻ പ്ലസ് കും ഉമ്മുക്കും, നിങ്ങളുടെ ഉമ്മുക്കും നിങ്ങളുടെ ഉമ്മ. ഇതുപോലെ താഴെയുള്ള ബൈത്തുൻ എന്നുള്ളതും അബുൻ എന്നുള്ളതും കിതാബുൻ എന്നുള്ളതൊക്കെ നിങ്ങൾ ഈ വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് എഴുതാണ്. അപ്പോൾ ബൈത്തുൻ, ഇവിടെ എന്ത് ചെയ്യുക? ബൈത്തുൻ എഴുതണം പ്ലസ് ക, ബൈത്തുൻ പ്ലസ് ക ബൈത്തുക്ക എന്നാവും. ഈ ഉമ്മുൻ പ്ലസ് കി ഉമ്മുക്കി, ഈ ഉമ്മുൻ പ്ലസ് കും ഉമ്മുക്കും,
ഇതുപോലെ അബുൻ. അപ്പോൾ അബു എന്നുള്ളത് ഇവിടെ അബു എന്നാണ് കൂട്ടി എഴുതുമ്പോൾ. അപ്പോൾ അബുൻ പ്ലസ് ക അബൂക്ക, പിന്നെ അബു പ്ലസ് കി അബൂക്കി, അബു പ്ലസ് കും അബൂക്കും. ഈ കിതാബുൻ അങ്ങനെ കിതാബുൻ പ്ലസ് കിതാബുക്ക, കിതാബുൻ പ്ലസ് കി കിതാബുക്കി, കിതാബുൻ പ്ലസ് കും കിതാബുക്കും, നിങ്ങളുടെ പുസ്തകം എന്നൊക്കെ. ഈ താഴെയുള്ള പ്രവർത്തനം എന്താണെന്ന് നോക്കാം. നുകമ്മിലു ബി അന നെഹ്നു കമാ ഫിൽ മിസാലി. അന എന്ന വാക്കും നെഹ്നു എന്ന വാക്കും ഉപയോഗിച്ചുകൊണ്ട് താഴെ കൊടുത്ത ഉദാഹരണത്തിൽ ചെയ്തതുപോലെ ബാക്കി ഉള്ള വാക്കുകളൊക്കെ ചെയ്യാനാണ്. എന്താ കൊടുത്തുള്ളത്? ദാരിസുൻ എന്നാണ്, പഠിക്കുന്നവനാണ്. അന ദാരിസുൻ, ഞാൻ പഠിക്കുന്നവനാണ്. നെഹ്നു ദാരിസൂൻ, ഞങ്ങൾ പഠിക്കുന്നവരാണ്. ഇതുപോലെ ഇബുനുൻ വെച്ചെങ്ങനെ എഴുതുക? അന ഇബുനുൻ, ഞാൻ ആൺകുട്ടിയില്ല, ഞാൻ ആൺകുട്ടിയാണ്. നെഹ്നു അബ്നാ എന്നാണ് അല്ലേ, ഇബിനിൻ്റെ ബഹുവചനമാണ് അബ്നാ. അപ്പോൾ നെഹ്നു നമ്മൾ എന്ന് പറയുമ്പോൾ കുറേ ആളുകളുണ്ടല്ലോ, അപ്പം നമ്മൾ ആൺകുട്ടികളാണ്. അപ്പോൾ നെഹ്നു അബ്നാ ഉൻ. ഇനി ബിൻതുൻ, ബിൻതുൻ വെച്ചെന്ത്? അന ബിൻതുൻ, ഞാൻ പെൺകുട്ടിയാണ്. ഇനി ഞങ്ങൾ പെൺകുട്ടികളാണ്. അപ്പോൾ പെൺകുട്ടി ബിൻത്തിൻ്റെ ബഹുവചനമാണ് ബനാത്ത്. അപ്പം നെഹ്നു ബനാത്തുൻ, ഞങ്ങൾ പെൺകുട്ടികളാണ്. ഇനി തോലിബുൻ, വിദ്യാർത്ഥി. അപ്പം അന തോലിബുൻ, ഞാൻ വിദ്യാർത്ഥിയാണ്. ഇനി ഞങ്ങൾ വിദ്യാർത്ഥികളാണ്. അപ്പോൾ തോലിബിൻ്റെ ബഹുവചനം തുല്ലാബ്. അപ്പം നെഹ്നു തുല്ലാബുൻ, ഞങ്ങൾ വിദ്യാർത്ഥികളാണ്. ജാലിസുൻ, ഇരിക്കുന്നവൻ എന്നാണ്. അപ്പം ഞാൻ ഇരിക്കുന്നവനാണ്. അന ജാലിസുൻ. ജാലിസുൻ എന്നതിൻ്റെ ബഹുവചനം എന്താ? ജാലിസൂന. അപ്പം നെഹ്നു ജാലിസൂന. പിന്നെ ആദ്യം പറഞ്ഞില്ലേ ദാരിസുൻ ദാരിസൂന. അപ്പം ജാലിസുൻ ജാലിസൂന. ഈ നുക്കമ്മിലു ബി അന്ത അന്തി അന്തു, ഈ മൂന്ന് വാക്കുകളും ഉപയോഗിച്ചുകൊണ്ട് എഴുതാനാണ്. അന്തന നീ, അന്തി എന്നാണ് നീ തന്നെയാണ്, അന്തു നിങ്ങൾ എന്നാണ്. അന്ത ആണിനാണ് ഉപയോഗിക്കുക, അന്തി പെണ്ണിനാണ് ഉപയോഗിക്കുക. അപ്പോൾ ദാരിസുൻ അല്ലേ, പഠിക്കുന്നവനാണ്, വിദ്യാർത്ഥിയാണ്. അന്ത ദാരിസുൻ, അന്ത നീ ദാരിസുൻ, വിദ്യാർത്ഥി. ഈ അന്തി ഉപയോഗിച്ചുകൊണ്ട് എന്ത്? അന്തി ദാരിസത്തുൻ അല്ലേ, ദാരിസുൻ ആണാണ്, ഇപ്പോൾ പെണ്ണിനെങ്ങനെ ദാരിസത്തുൻ. അപ്പോൾ അന്തി ദാരിസത്തുൻ, നീ പഠിക്കുന്നവളാണ്. ഈ അന്തും, അപ്പോൾ അന്തും വെച്ചുകൊണ്ട് ഉപയോഗിച്ചുകൊണ്ട് ഈ ഒരു വാക്കുണ്ടാക്കുന്നത് അന്തും ദാരിസൂന, നിങ്ങൾ പഠിക്കുന്നവരാണ്. തോലിബുൻ, ഈ ഉദാഹരണത്തിൽ ചെയ്തു തന്നതുപോലെ ബാക്കി ഉള്ള വാക്കുകളും നിങ്ങൾ എഴുതുക. തോലിബുൻ, അപ്പോൾ നീ വിദ്യാർത്ഥിയാണ്. അപ്പോൾ അന്ത തോലിബുൻ. ഇനി അന്തി ഉപയോഗിച്ചുകൊണ്ട് വാക്കുണ്ടാക്കാം. അപ്പോൾ അന്തി തോലിബുൻ എന്ന് ശരിയാവില്ല, കാരണം വിദ്യാർത്ഥിനി എന്നാണെങ്കിൽ തോലിബത്തുൻ. അപ്പോൾ അന്തി തോലിബത്തുൻ. ഇനി അന്തും എന്ന വാക്ക് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഒരു വാക്ക് സെൻറ്റൻസ് ഉണ്ടാക്കുന്നത് അന്തും തോലിബൂന, അന്തും തോലിബൂന, നിങ്ങൾ പഠിക്കുന്നവരാണ്, വിദ്യാർത്ഥികളാണ്. ഇനി ഈ ജാലിസുൻ, ഇരിക്കുന്നവരാണ്. അപ്പോൾ അന്ത ജാലിസുൻ, നീ ഇരിക്കുന്നവരാണ്. അന്തി ജാലിസത്തുൻ എന്നാണല്ലേ, ജാലിസുന ആണാണ്, പെണ്ണെങ്കിലും ജാലിസത്തുൻ എന്നാണ്. അന്തി ജാലിസത്തുൻ. നീ അന്തും ജാലിസൂന, നിങ്ങൾ ഇരിക്കുന്നവരാണ്. ഇബനുൻ, ആൺകുട്ടി. അപ്പോൾ അന്ത ഇബനുൻ, നീ ആൺകുട്ടിയാണ്. ഇവിടെ ബിന്തുന, പെൺകുട്ടി. അപ്പോൾ എന്തെങ്കിലും അന്തി ബിന്തു, നീ പെൺകുട്ടിയാണ്. ഈ ഔലാദുൻ, കുട്ടികൾ. അന്തും ഔലാദുൻ, നിങ്ങൾ കുട്ടികളാണ്. ഇനി അടുത്ത പേജ് എല്ലാവരും ശ്രദ്ധിക്കുക. നുക്കമ്മിലു ബിൽ അയ്യാമി, ദിവസങ്ങളെ കൊണ്ട് പൂർത്തിയാക്കാം. ഈ വിട്ടുപോയ ഭാഗത്തൊക്കെയും ഓരോ ദിവസങ്ങൾ എഴുതി കൊടുക്കണം. രണ്ടാമത്തെ കൊടുത്ത് യോമുൽ ഇസ്നൈൻ, തിങ്കളാഴ്ച. അപ്പോൾ ആദ്യം എന്തായിരിക്കും? ഞായറാഴ്ച. അപ്പോൾ ഞായറാഴ്ചക്ക് യോമുൽ അഹദ് എന്ന് പറയും. യോമുൽ ഇസ്നൈൻ തിങ്കളാഴ്ച. ഇനി അടുത്ത ദിവസം ഏതാ? ചൊവ്വാഴ്ചക്ക് യോമുൽ സുലസ എന്ന് പറയാം. ബുധനാഴ്ചക്ക് യോമുൽ അർബിയ. ഇനി ബുധൻ കഴിഞ്ഞാൽ അതാണ് വ്യാഴമാണ്. അപ്പോൾ യോമുൽ ഖമീസ് എന്നാണ് വ്യാഴ്ചക്ക്. പിന്നെ യോമുൽ ജുമാണ് വെള്ളി. വെള്ളി കഴിഞ്ഞാൽ ശനിയാണ്. ശനിക്ക് യോമുൽ സബത്ത് എന്നാണ് പറയുക. ഇത് എഴുതി കൊടുക്കുക. ഇനി താഴെ കൊടുത്ത ഖുർആനിലെ വാചകങ്ങൾ, വാക്കുകൾ, ആയത്തുകളൊക്കെയും ഓതി അതിൽ നാം പഠിച്ച ദിവസങ്ങൾ, അതുപോലെ മുത്തസിലായ ലമീറുകൾ, മുൻഫസിലായ ലമീറുകൾ, അതുപോലെ ഇതൊക്കെ എന്ത് ചെയ്യാൻ ശ്രദ്ധിക്കുക. ഒന്നാമത്തെ ആയത്താണ് ഇദാ നൂദിയ ലിസ്സലാത്തി മിൻ യൗമിൽ ജുമുഅ. ഇത് നാം പഠിച്ചിട്ടുണ്ട്, ദിവസങ്ങളുടെ പേരുണ്ട് അല്ലേ. യൗമുൽ ജുമുഅ, വെള്ളിയാഴ്ച ദിവസം. ഈ അന്തും തഅലമൂൻ, ഇത് നാം പഠിച്ചിട്ടുണ്ട്, ലമീറുണ്ട്, മുൻഫസിലായ ലമീറുണ്ട്. അന്തും ഇദ് യഅദൂന ഫിസ്സബത്തി, ഇദ് യഅദൂന ഫിസ്സബത്തി, സബത്ത് ഏതാ? ശനിയാഴ്ച ദിവസം. അപ്പോൾ ഇതിന് താഴെ വരട്ട് കൊടുക്കുക. എനിക്ക് ഇന്നക അൻതൽ അലീമുൽ ഹക്കീം, ഇത് നാം പഠിച്ച ലമീറുകൾ. ഒന്ന് മുത്തസിലായ ലമീർ ഇന്നക കാന്നുണ്ട് അല്ലേ, പിന്നെ അന്ത, ഇത് മുൻഫസിലായ ലമീറാണ്. ഇനി താഴെ നെഹ്നു ഖദ്ദർനാ ബൈനകുമുൽ മൗത, ഇത് നാം പഠിച്ച മുൻഫസിലായ ലമീറുണ്ട്, ഇതാ നെഹ്നു എന്നുള്ളത്. പിന്നെ ബൈനക്കും മുത്തസിലായ ലമീറുണ്ട്, ബൈനക്കും എന്നുള്ളത്. യാ മറിയമു അന്നാലക്കി ഹാദ, ഇത് നാം പഠിച്ച യാ അല്ലേ, യാ മറിയമു, യാ വിളിക്കാനാണ് ഉപയോഗിക്കുക അല്ലേ. യാ പിന്നെ പഠിച്ച ലക്കി മുൻഫസിലായ അല്ലേ, മുൻഫസിലായ മുത്തസിലായ ലമീറുണ്ട്. ലക്കി എന്നാൽ ഈ കാഫ് മുത്തസിലായ ലമീറാണ്. ഇനി ഇന്ന അക്രമക്കും ഇൻദല്ലാഹി അത്ഖാക്കും, ഇത് നാം പഠിച്ചത് എന്തുള്ളത്?
അക്രമക്കും കും എന്നുള്ള മുത്തസിലായ ലമീറുണ്ട്. പിന്നെ അത്ഖാക്കും ഇവിടെയും മുത്തസിലായ ലമീറുണ്ട്. ഖാലു യാ നൂഹു, അപ്പോൾ യാ നൂഹു യാ ഇവിടെ ഉണ്ട്, നമ്മൾ വിളിക്കാൻ ഉപയോഗിക്കുന്ന യാ. ഇന്നനി അനല്ലാഹു ലാ ഇലാഹ ഇല്ല അന, ഈ അന നാം പഠിച്ച മുൻഫസിലായ ലമീർ അന ഉണ്ട്, ഇവിടെയും അന ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ താഴെ വരേണ്ടത്. പിന്നെ ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ, ഇപ്പോൾ യാ ഉണ്ട് ഇവിടെ വിളിക്കാൻ ഉപയോഗിക്കുന്ന യാ ഇവിടെ കൊടുത്തിട്ട്, അപ്പോൾ ഇതിൻ്റെയൊക്കെ താഴെ വരക്കുക. പിന്നെ താഴെ ഹയ്യൻ നൻസിഖുൽ കലിമാത്ത്, താഴെ 2 കള്ളിയിൽ അതുപോലെ എഴുതാനാണ്. ചെറിയ കുത്ത് കൊടുത്തിട്ട് യോമുൽ അഹദ് യോമുൽ ഇസ്നൈൻ ജദ്ദുക ജദ്ദുക്കും, അതിൻ്റെ മുകളിലൂടെ വൃത്തിയായി പെൻസിൽ കൊണ്ട് എഴുതാനാണ്. എല്ലാവരും ഈ പാഠം നന്നായി പഠിക്കുക. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.